നമസ്തേ. 2026 വിഷുഫലം. മകേരത്തിൻ്റെ അരഭാഗം അത് എടവക്കൂറിലാണ് വരുന്നത്. പിന്നെ മിഥുനക്കൂറിൽ പകുതി ഭാഗമുണ്ട്. അതായത് ആദ്യത്തെ ഭാഗം എടവത്തിലും പിന്നത്തെ പകുതി ഭാഗം മിഥുനത്തിലാണ് വരുന്നത്. ഇവരെ സംബന്ധിച്ച് ഇടവൻ രാശിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു സമയത്തിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. ഈ ഒരു വർഷവും നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് പോവുക. നമ്മുടെ ബിസിനസ് ആയാലും അതേപോലെ ജോലി ആയാലും നമുക്ക് പ്രൊമോഷൻ ആയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടൊരു നല്ല സമയമാണ്. അതിൽ വ്യാഴത്തിനൊരു മാറ്റം വരുമ്പോൾ അത് വ്യാഴം 3ലേക്കാണ് വരുന്നത്. അപ്പം വ്യാഴം 3ലേക്ക് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പെട്ടെന്ന് നമുക്ക് ഫ്ലോ ആയിട്ട് നടന്നിരുന്ന സാമ്പത്തിക ഇടപാടുകൾ പെട്ടെന്നൊരു ബ്ലോക്ക് ഉണ്ടാവാനായിട്ട് സാധിക്കും. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പേപ്പർ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഉള്ളതൊക്കെ കൃത്യമാക്കുക. അതുപോലെ എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായ ഇടപാടിലൂടെ വേണം നടക്കാനായിട്ട്. നമുക്ക് വർക്കൊക്കെ ഉണ്ട്. അതായത് നിങ്ങളുടെ കർമ്മഭാവം നല്ലതാണ്, കർമ്മത്തിലൂടെ ലാഭവും കിട്ടും. പക്ഷെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള എഴുത്തുകൂത്തുകളോ നിയമത്തിൻ്റെ നടപടികളോ അതൊക്കെ കൃത്യമായിട്ട് പോകണം. എന്നുവെച്ചാൽ 3ലാണ് വരുന്നത്. എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു 3ലേക്ക് വരുമ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യണം. അപ്പം അതുകൊണ്ട് ഈ 3ാം ഭാവത്തിലെ വ്യാഴത്തിനെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സാമ്പത്തികമായിട്ട് കയ്യിൽ പെട്ടെന്ന് വരിക. അത് പെട്ടെന്ന് ചിലവുകൾ ധാരാളം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ രോഗങ്ങൾ ഉണ്ടാവാം. കർക്കിടക രാശിയാണ്. അപ്പം നീര്, അതുപോലെ ശരീരത്തിൽ നീർക്കെട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം. ഇടവൻ രാശിയിൽ ഉണ്ടാകുന്ന മകേരി നക്ഷത്രക്കാർ മിഥുനത്തിൽ വരുന്ന മകേരത്തിൽ വരുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു വർഷം നല്ല തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് 2ലേക്കാണ് വ്യാഴം വരുന്നത്. ഇത്തിരി കൂടി നല്ലൊരു സമയമാണ്. ഈ ഒരു വർഷം മുഴുവനും നല്ലൊരു സമയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ പ്രൊമോഷൻ ഇത്ര നാൾ നമ്മൾ വെയിറ്റ് ചെയ്ത് കിട്ടാത്ത ഒരു സംഭവം നമ്മുടെ കയ്യിൽ കിട്ടും. പെട്ടെന്ന് ഉണ്ടാകുന്ന ഭാഗ്യങ്ങൾ 2ലാണ് വ്യാഴം, അത് ഉച്ചക്ഷേത്രത്തിലാണ്. അപ്പോൾ പെട്ടെന്നൊരു ഭാഗ്യത്തെ കിട്ടുക. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമുക്കൊരു ചിട്ടി ലഭിക്കുകയോ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരുടെ കയ്യിൽ നിന്നിപ്പോൾ എന്താ പറയുക സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് ധാരാളം സമ്പത്തിൻ്റെ ഒരു നല്ല മാർഗത്തിലേക്ക് വരാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ വാക്കുകൾ വളരെ നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെയധികം സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. മിഥുനത്തിൽ വരുന്ന മകേരി നക്ഷത്രക്കാർ ഏറ്റവും നല്ല സമയത്തിലാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അതിൽ കുട്ടികളാണെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായാലും അവർക്കൊക്കെ ഏറ്റവും നല്ലൊരു സമയത്തിലേക്കാണ് പോകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ഭാവത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും.